ഇന്ദ്രനീലം. രചന അലീന ജോൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അച്ഛന്റെ കൂടെ അത്താഴം കഴിച്ച ശേഷം പാത്രങ്ങൾ കഴുകി വെച്ച് അടുക്കള അടച്ചിട്ട് സ്റ്റീഫൻ കിങ്ങിന്റെ ഷൈനിങ് എന്ന ഹൊറർ നോവൽ വായിച്ചുകൊണ്ട് വർഷ തന്റെ കിടക്കിലേക്ക് കിടന്ന് എപ്പോഴോ സുഖനിദ്രയിലാണ്ട്. അപ്പോഴും ഉറങ്ങാത്ത വർഷയുടെ മനസ്സ് മറ്റൊരു ലോകത്തേക്ക് അവളെ കൈപിടിച്ചു കൊണ്ടുപോയി. സ്വപ്നങ്ങളുടെ വർണ്ണലോകത്തേക്ക്. കോപത്താൽ ആഞ്ഞടിക്കുന്ന മാരുതൻ, വരാനിരിക്കുന്ന വിപത്തറിഞ്ഞ് ഭയന്ന് വിറച്ച ആടിയുലയുന്ന വൃക്ഷലതാദികൾ, കരിങ്കലിൽ തീർത്ത നാഗവിഗ്രഹങ്ങൾ, അസ്തമയ സൂര്യൻ തൂവിയ രണവർണ്ണ സർപ്പക്കാവിന് ഭയാനകമായ അന്തരീക്ഷമേകി. മുട്ടോളം നീളമുള്ള കാർക്കൂന്തലുള്ള പാദങ്ങൾ കലങ്കാരമായി കൊഞ്ചുന്ന കൊലുസണിഞ്ഞ മുണ്ടും നേരി തൊടുത്ത പെൺകുട്ടിയുടെ നേർത്ത സ്വർണ്ണവളകൾ അണിഞ്ഞ വെളുത്തു മെലിഞ്ഞ വലത്തേക്കായി മുണ്ടും വേഷ്ടിയും ധരിച്ച യുവാവിന്റെ കറുത്ത രോമങ്ങൾ നിറഞ്ഞ പൗരുഷമുള്ള കൈക്കായി കാറ്റിൽ തിരച്ചിൽ നടത്തുന്നു. ആ തിരച്ചിലിനൊടുവിൽ ഇരു കൈകളും ഒന്നാവുന്നു. കോർത്തു പിടിച്ച കൈകളുമായി അവരിരുവരും സർപ്പക്കാവ് ലക്ഷ്യമായി നടന്നു നീങ്ങുന്നു. പൗരുഷമുള്ള കൈ സർപ്പമുറങ്ങുന്ന പൊത്തിലേക്ക് നീളുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം. രണ്ട് സർപ്പങ്ങൾ ഇണചേരുന്നു. പൂത്തുളഞ്ഞ പാലമരം പരത്തുന്ന ഉന്മാദഗന്ധത്തിൽ ചോരയുടെ മനം അടുപ്പിക്കുന്ന ഗന്ധം കലർന്നിരിക്കുന്നു. ആ വർഷം ഞെട്ടിയെഴുന്നേറ്റ് ചുറ്റും നോക്കി. ബാൽക്കണിയിലെ CFL ലൈറ്റും മാനത്തെ ചന്ദ്രിക തൂവുന്ന വെളിച്ചവും ജനാലച്ചില്ലുകളിലൂടെ അരിച്ചു മുറികളിലേക്ക് കയറുന്നതിനാൽ വർഷക ചുറ്റുപാട് അവ്യക്തമായി കാണാം. പരിചിതമായ മുറിയിൽ പഞ്ഞിമത്തയിൽ AC-യുടെ തണുപ്പിലും വർഷ ആകെ വിയർത്തുളിച്ചിരുന്നു. ആരാണ് ആ പെൺകുട്ടി? താനാണോ? ഏതാണ് ആ സർപ്പക്കാവ്? ജീവിതത്തിൽ ഒരിക്കൽ പോലും സർപ്പക്കാവ് നേരിൽ കാണാത്ത ആളാണ് താൻ. ആ തന്റെ സ്വപ്നങ്ങളിൽ സർപ്പക്കാവ് ഇത്ര വ്യക്തമായി തെളിയുന്ന എന്തുകൊണ്ടാണ്? ഒരു വട്ടമല്ല, പലവട്ടമായി ഈ നശിച്ച സ്വപ്നം തന്നെ വേട്ടയാടുന്നു. സർപ്പക്കാവിലേക്ക് ആരോ തന്നെ ക്ഷണിക്കുന്ന പോലെ തോന്നുന്നു. വർഷ ചിന്തിച്ചു. എന്തുപറ്റി മോളെ? കഥകോർക്ക്. വർഷയുടെ അച്ഛൻ കഥകിൽ തട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. വർഷ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഥകിന് അരികിൽ വന്നു. തന്റെ ഈ സ്വപ്നം കാണൽ കാരണം അച്ഛന് ഉറക്കം നഷ്ടാവുന്നു. പാവം, തന്റെ കാര്യത്തിൽ അച്ഛന് ആവലാതിയുണ്ട്. എങ്ങനെ ഉണ്ടാവാതിരിക്കും? ശൈശവത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട മകളുടെ പിതാവല്ലേ. തനിക്ക് വേണ്ടി മറ്റൊരു വിവാഹം പോലും വേണ്ടെന്ന് വെച്ച തന്റെ അച്ഛൻ, അമ്മയുടെ കുറവറിയിക്കാതെ തന്നെ വളർത്തിയ തന്റെ അച്ഛൻ, തന്നെ വിവാഹം കഴിപ്പിച്ചയക്കും വരെ അച്ഛന് ആവലാതി ഉണ്ടാവും. കഥകിനരികിൽ നിന്ന് വർഷം ചിന്തിച്ചു. മോളെ, ആർ യു ഓക്കേ? ഓപ്പൺ ദി ഡോർ. അച്ഛന്റെ വാക്കിൽ ഭയം നെള്ളിച്ചു. അച്ഛന്റെ വാക്കുകൾ വർഷയെ ചിന്തകളിൽ നിന്ന് ഉണർത്തി. ഐ എം ഓക്കേ സർ, ഇപ്പൊ തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ കഥക് തുറന്നു. പരിഭ്രമത്തോടെ നിൽക്കുന്ന അച്ഛനെ കണ്ട് ഉൾഭയം വിഫലമായി ഒളിപ്പിച്ചുകൊണ്ട് വർഷ ചിരിച്ചു. മോളാകെ വിളറി വെളുത്തിരിക്കുന്നല്ലോ, എന്തിനാ കരഞ്ഞ്? വീണ്ടും ദുസ്വപ്നം കണ്ടോ? കണ്ടു. ഒരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയൂ. അച്ഛനോട് ഞാൻ എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയമുണ്ട്. വേറൊന്നുമല്ല, മോളോട് അച്ഛൻ ഒരിക്കൽ ചോദിച്ച ചോദ്യ. ആ ചോദ്യത്തിന് മോൾ ഇല്ലെന്ന് ഉത്തരവും തന്നു. എന്താ ചോദ്യം? അച്ഛനോട് പറയാത്ത എന്തെങ്കിലും ദുഃഖം മോൾക്കുണ്ടോ? അച്ഛനറിയാത്ത ദുഃഖങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അല്ല, തുടരെ ദുസ്വപ്നങ്ങൾ കാണുന്ന മനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടി കിടക്കുന്ന ദുഃഖങ്ങളും ഭയങ്ങളും സ്വപ്നങ്ങളുടെ രൂപം പ്രാപിക്കുന്നു. സ്വപ്നങ്ങൾ പലപ്പോഴും മാനസിക പിരിമുറുക്കത്തിൻ്റെ സൂചനയാണ്. എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല അച്ഛാ. എന്നാലും ഇങ്ങനെ തുടരെ ദുസ്വപ്നങ്ങൾ കാണുന്ന അത്ര നല്ല ലക്ഷണമല്ല. ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കൂ. എന്താ അച്ഛാ, പറയൂ. നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാലോ? വേണ്ട, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, വർഷ ദേഷ്യത്തോടെ പറഞ്ഞു. ഇതാണ് പ്രശ്നം. സൈക്കാട്രിസ്റ്റിനെ കാണുന്നവർക്കെല്ലാം ഭ്രാന്താണെന്നുള്ള ഈ ചിന്താഗതി ഉണ്ടല്ലോ, അത് ശരിയല്ല. മാനസികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണാം. മാനസിക പ്രശ്നങ്ങളെല്ലാം ചിത്തഭ്രമമല്ല, മാനസിക പിരിമുറുക്കം, വിഷാദരോഗം മുതലായ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥകളാണ്. അവയൊന്നും ചിത്രഭ്രമം അഥവാ ഭ്രാന്തല്ല. ശരിയായ സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവഹാനിക്ക് വരെ വിഷാദരോഗം കാരണമായെന്ന് വരും. അച്ഛാ, എനിക്ക് വിഷാദരോഗമല്ല. വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളായ ആത്മഹത്യാ പ്രവണത, അകാരണമായ ദുഃഖം, കോപം, ഉറക്കമില്ലായ്മ, വിരക്തി, ഇതൊന്നും തന്നെ എനിക്കില്ല. ഈ സ്വപ്നങ്ങൾ കുറച്ചു നേരത്തേക്ക് എൻ്റെ സ്വസ്ഥത കളയുന്നുണ്ടെന്ന് ഒഴിച്ച് എനിക്ക് മറ്റൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ശരി, മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ. ഇതാണ് തൻ്റെ അച്ഛൻ. തൻ്റെ ഇഷ്ടങ്ങൾക്ക്, അഭിപ്രായങ്ങൾക്ക് താൻ കൊടുക്കുന്നതിനേക്കാൾ വില തരുന്നയാൾ. ഈ ഭൂവിൽ ഇനിയൊരു ജന്മം കൂടിയുണ്ടെങ്കിൽ വീണ്ടും ഈ അച്ഛൻ്റെ മകളായി ജനിക്കണം. ചില അച്ഛന്മാരുണ്ട്, മക്കളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അവരുടെ തീരുമാനങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കും. അത് ചിലപ്പോൾ പഠനകാര്യത്തിലാവാം, അല്ലെങ്കിൽ വിവാഹകാര്യത്തിലാവാം. തൻ്റെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളെല്ലാം അച്ഛൻ തനിക്ക് വിട്ടു തന്നിട്ടുണ്ട്. താൻ MBBS-ഓ എഞ്ചിനീയറിംഗോ പഠിക്കണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചിട്ടില്ല. താൻ ക്ലാസ്സിൽ 1ാം സ്ഥാനക്കാരി ആവാത്തതിലോ റാങ്ക് വാങ്ങിക്കാത്തതിലോ അച്ഛൻ പരിഭവിച്ചിട്ടില്ല. മോൾക്ക് പറ്റുന്ന പോലെ പഠിക്കൂ, കിട്ടുന്ന മാർക്ക് മതി, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് തൻ്റെ അച്ഛൻ. അമ്മയില്ലാത്ത കുട്ടിയല്ലേ,
എത്രയും പെട്ടെന്ന് കെട്ടിച്ചുവിടാൻ അച്ഛന്റെ ഹിന്ദിക്കാരായ സുഹൃത്തുക്കൾ ഉപദേശിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് താൻ അച്ഛന് ഒരിക്കലും ഒരു ഭാരമല്ല, തനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോഴേ അച്ഛൻ തന്റെ കല്യാണം നടത്തൂ എന്നാണ്. ആ രംഗം ഇന്നും തന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. മോളെന്താ ഈ ആലോചിക്കുന്നത്? അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ. മോളൊരു കാര്യം ചെയ്യുക, ഏത് നേരം ഈ ഫ്ലാറ്റിൽ തന്നെ ചടഞ്ഞുകൂടിക്കാതെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും. അപ്പം മനസ്സൊക്കെ ഒന്ന് ശാന്താവും. ശരിയാണ്, അന്നത്തെ ആ സമ്പത്തിന് ശേഷം താൻ പുറത്തിറങ്ങാറില്ല. അച്ഛൻ പറഞ്ഞ പോലെ വീടിനുള്ളിൽ ചടഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായിരിക്കുന്നു. സ്വയം സ്വീകരിച്ച വീട്ടു തടങ്കൽ അവസാനിപ്പിച്ച് പുറം ലോകം കാണാനുള്ള നേരമായി. വർഷ ചിന്തിച്ചു. ഓക്കെ അച്ഛാ, നേരെ പോലത്തെ ശേഷം ഞാൻ മീരയെ വിളിച്ചോട്ടെ. ആള് ഫ്രീ ആണെങ്കിൽ അവിടെ കൂടെ എവിടെയെങ്കിലും പോവാമല്ലോ. ഗുഡ്, എങ്കിലും മോള് കുറച്ചേരം കൂടി കിടന്നോളൂ എന്നും പറഞ്ഞ് അച്ഛൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. വീണ്ടും ഉറങ്ങാൻ കഴിയില്ല. ആർത്തിരമ്പുന്ന കടൽ പോലെ അശാന്തമായ മനസ്സ് ചിന്തിച്ചുകൊണ്ട് വർഷ ബാൽക്കണിയിലേക്കുള്ള കഥക് തുറന്ന് ബാൽക്കണിയിലേക്ക് കടന്നു. മുല്ലപ്പൂവിന്റെ മത്ത് പിടിപ്പിക്കും ഗന്ധം വർഷയുടെ നാസികയിൽ നിറഞ്ഞു. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? താൻ ചെടിച്ചട്ടിയിൽ നട്ടുവളർത്തിയ മുല്ലച്ചെടി പൂത്തിരിക്കുന്നു. 1.5 മാസം മുമ്പ് ഫ്ലവർ ഷോക്ക് പോയപ്പോൾ ചെടിച്ചട്ടിയിൽ പൂത്തിൽക്കുന്ന മുല്ലപ്പൂക്കൾ കണ്ടപ്പോൾ തനിക്ക് കൗതുകം തോന്നി. അങ്ങനെ മുല്ലച്ചെടി തന്റെ ബാൽക്കണി അലങ്കരിക്കാനെത്തി. യഥേഷ്ടം വളവും വെള്ളവും നൽകി താൻ മുല്ലച്ചെടിയെ പോറ്റി. വള്ളിപ്പടർപ്പുകൾ നീട്ടി മുല്ലച്ചെടി ബാൽക്കണിയുടെ മേൽ തന്റെ ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ പേരിന് പോലും മുല്ലച്ചെടി പൂക്കാതിരുന്നപ്പോൾ അച്ഛൻ തന്റെ ഓമന മുല്ലച്ചെടിയെ മച്ചിച്ചെടി എന്ന് വിളിച്ച് പരിഹസിച്ചു. മുല്ലച്ചെടിയുള്ള തന്റെ പ്രതീക്ഷ നശിച്ചിരുന്നതാണ്. ദേ ഇപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുല്ലച്ചെടി പൂത്തിരിക്കുന്നു. വർഷ സന്തോഷിച്ചു. 1-2 മുല്ലപ്പൂക്കൾ ഇറുത്ത് തന്നെ നാസികത്തുമ്പോൾ അടുപ്പിച്ച് മുല്ലപ്പൂവിന്റെ മാദകഗന്ധം വർഷ ആവോളം ആസ്വദിച്ചു. എന്നിട്ട് അവൻ തന്റെ തലമുടിയിൽ ചൂടിയിട്ട് നിറഞ്ഞ പുഞ്ചിരിയുമായി വർഷ 8ാം നിലയുടെ ബാൽക്കണിയിൽ നിന്ന് ഒരിക്കലും ഉറങ്ങാത്ത മുംബൈ സിറ്റി നോക്കി കണ്ടു. റോഡിലൂടെ ചീറിപ്പായുന്ന വണ്ടികൾ, നക്ഷത്രങ്ങൾ കണക്കി മെഴിച്ചിമ്മി പ്രകാശിക്കും വഴിവിളക്കുകൾ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ, അങ്ങിങ്ങായി തുറന്നു പ്രവർത്തിക്കുന്ന ധാബകൾ, പകലെന്നോ ഇരവെന്നോ വേർതിരിവില്ലാതെ സഞ്ചരിക്കുന്ന മോഡേൺ തരുണീമണികൾ, വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ അറുപീശിക്കരായ തരുണീമണികളുടെ ശരീരത്തിലേക്ക് ചൂഴ്നോക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന പുരുഷകേസരികൾ, ഷാറൂഖ് ഖാന്റെയും അമിതാഭ് ബച്ചന്റെയും കൊട്ടാര സദൃശ്യമായ പടുകൂറ്റൻ ബംഗ്ലാവുകൾ, ജലത്താൽ ചുറ്റപ്പെട്ട കെട്ടിടങ്ങളുടെ പറുദീസ, ഇന്ത്യയുടെ സ്വന്തം ഹോളിവുഡ്, ജനലക്ഷങ്ങൾക്ക് ഉപജീവനമാർഗം ഒരുക്കിയ അന്നപൂർണേശ്വരി, കുപ്പത്തൊട്ടിയിൽ നിന്ന് കോടീശ്വരന്മാരെ സൃഷ്ടിച്ച മഹാനഗരം, ചുവന്ന തെരുവുകളിൽ കറുത്ത സ്വപ്നങ്ങളുമായി കഴിയുന്ന ദേവദാസികളുടെ നാട്, അധോലോക നായകന്മാരും വെള്ളിത്തിരയിലെ നായകന്മാരും വാണരുളുന്ന മുംബൈ, ഇന്ത്യയിലെ സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്ന്. മുംബൈക്ക് അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ്. എന്നാൽ അമ്മയില്ലാത്ത തനിക്ക് തന്റെ പോറ്റമ്മയാണ് മുംബൈ. മുംബൈയുടെ മടിത്തട്ടിൽ പിച്ചു വെച്ച് നടന്ന ബാല്യകാലം ഇപ്പോൾ യൗവനയുക്തിയായപ്പോഴും മുംബൈയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന് ഒരു കണിക പോലും കുറവ് വന്നിട്ടില്ല. മുംബൈ സിറ്റിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ടിൽ രാത്രിയുടെ മധ്യയാമങ്ങളിൽ ഫ്ലൈറ്റിൽ വന്നിറങ്ങണം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും മുമ്പ് വിൻഡോ സീറ്റിലിരുന്ന് രാവിലെ പോലുണർന്നിരിക്കുന്ന വിളക്ക് പൂക്കളാൽ അലങ്കൃതമായ മുംബൈ ഒരു നോക്ക് കാണണം. മുംബൈയെ നോക്കി ഇമ വെട്ടാൻ നിന്ന് വർഷ. അങ്ങനെ നിന്ന് നേരം പോയത് വർഷ അറിഞ്ഞില്ല. തൻ്റെ ഒരു കാര്യം, മുംബൈയുടെ സൗന്ദര്യത്തിൽ മതിമറന്നു നിൽക്കുന്ന പണ്ടേ തൻ്റെ ശീല എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷ തൻ്റെ വാസിലേക്ക് നോക്കി. സമയം ഇപ്പോൾ 4:30. ഉറക്കെന്തായാലും പോയി കുറച്ച് യോഗാസനം ചെയ്തേക്കാം. ചിലപ്പോൾ യോഗ കൃത്യമായി ചെയ്യാത്ത കാരണമാവും താനിങ്ങനെ ദുസ്വപ്നങ്ങൾ കണ്ട് ഭയക്കുന്നത്. അന്നത്തെ ആ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് വരെ താൻ കൃത്യമായി യോഗ ചെയ്തിരുന്നു, സുഖമായി ഉറങ്ങിയിരുന്നു. ആ ട്രിപ്പാണ് തൻ്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ച്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, യോഗ ചെയ്യാം, അല്ലെങ്കിൽ താൻ വീണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം വർഷ യോഗ മാറ്റ് നിലത്തി വിരിച്ച് യോഗാഭ്യാസം ആരംഭിച്ചു. ഏകദേശം 1 മണിക്കൂറോളം പ്രാണായാമവും യോഗാസനങ്ങളും അഭ്യസിച്ച ശേഷം വർഷ യോഗ മാറ്റിൽ നിന്ന് എഴുന്നേറ്റു. ഇപ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട്. ഈ യോഗയുടെ ഒരു ഗുണമേന്മേ, ഇനി അല്ലറ ചില്ലറ ജോലിയൊക്കെ ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ചെന്ന് തട്ടിക്കൂടുതൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചു. അച്ഛന് അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. വായിൽ വെക്കാൻ പറ്റുന്ന ഭക്ഷണമായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഭക്ഷണം മോശമായെന്ന് കരുതി അച്ഛൻ തന്നെ വഴക്കൊന്നും പറയില്ല. തന്റെ അച്ഛനൊരു പഞ്ചപ്പാവ. അച്ഛനും തനിക്കുള്ള കോഫി കപ്പുകളിലേക്ക് ഒഴിക്കുമ്പോൾ വർഷ ചിന്തിച്ചു. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ മുമ്പിൽ കോഫി കപ്പ് വെച്ചിട്ട് വർഷ തന്നെ മുറിയിലേക്ക് നടന്നു. മീരി ഇപ്പോൾ എഴുന്നേറ്റ് കാണും. അവളെ വിളിച്ച് ചോദിക്കാം ഇന്ന് ഫ്രീ ആണോ എന്ന്. അവളുടെ മറുപടി കിട്ടിയിട്ട് വേണം ഇന്നത്തെ അജണ്ട തയ്യാറാക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷ ടേബിളിലിരിക്കുന്ന ഫോൺ കയ്യിലെടുത്തു. ഈസി ചെയറിലിരുന്നിട്ട് ആവി പറക്കും കാപ്പി ഊതി കുടിച്ചുകൊണ്ട് വർഷ മീരയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഡീ പെണ്ണേ, വർഷ പറഞ്ഞു. എന്താടി രാവിലെ തന്നെ ഒരു ഫോൺ കോള്? മീര ചോദിച്ചു. നീ ഇന്ന് ഫ്രീ ആണോ ഡി? ഞാൻ വൈകുന്നേരം 5:00 ശേഷം ഫ്രീ ആവും. അതുവരെ ബാബയുടെ ബന്ധുവിന്റെ വീട്ടിലായിരിക്കും. അവിടെ മെഹന്തിയുടെ ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്. വർഷയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മീര. മീരയുടെ അച്ഛൻ മറാത്തിയും അമ്മ മലയാളിയുമാണ്. അമ്മ മീരയെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യാം. അവസാനം വീട്ടിലാണെങ്കിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചല്ലോ, നല്ല കാര്യം. അപ്പോൾ 6 മണിക്ക് ഫീനിക്സിന്റെ മുകളിൽ പോവാം. ഫീനിക്സ് വേണ്ട, സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം വേണം. എങ്കിൽ നമുക്ക് ജൂഹു ബീച്ചിൽ പോവാം.
അതുകൊള്ള ജൂഹു മതി. നീ എത്താഹേ എന്ന് അങ്ങേ തലക്കൽ ആരോടോ മീര പറയുന്ന വർഷം കേട്ടു. ബാബു വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സി യാർ ഓക്കെഡി സി യു എന്നും പറഞ്ഞ വർഷം കോൾ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷയുടെ അച്ഛൻ ജോലിക്ക് പോയി. ഇപ്പൊ വീട്ടിൽ വർഷയും കൂടെ മുല്ലപ്പൂക്കളും മാത്രം. ഇനി വൈകുന്നേരം വരെ തള്ളി നീക്കണം. കുറെ നേരം UPSCക്ക് വേണ്ടി പഠിക്കാം. ഇത്തവണ തന്റെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് വർഷ ഗൈഡ് തുറന്ന് പഠനം ആരംഭിച്ചു. സെർച്ച് ചെയ്യാൻ വേണ്ടി കസേരയിരുന്ന ശേഷം വർഷ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. ബ്രൗസറിന്റെ സെർച്ച് ബാറിൽ കഴ്സർ വെച്ച ശേഷം കീബോർഡിലേക്ക് നോക്കാതെ വർഷ അതിവേഗം സർവീസ് സെക്ടർ ജോബ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ പ്രസ് ചെയ്തു. അല്പനേരം കഴിഞ്ഞ് തന്നെ മിഴികൾ ഉയർത്തി കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയതും വർഷം ഞെട്ടിത്തരിച്ചു പോയി. പാമ്പുകൾ എന്ന് സ്ക്രീൻ തെളിയുകയും പാമ്പുകളായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകൾ ചൂടെ കാണിക്കുകയും ചെയ്തിരിക്കുന്നു. വർഷയുടെ കണ്ണുകളിൽ ഭീതി പടർന്നു. വർഷ ഉടനെ തന്നെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇത് വല്ലാത്ത കഷ്ടാണല്ലോ. തന്റെ ഉപബോധ മനസ്സിലെ സർപ്പങ്ങളാ. താൻ ബോധലാ സെർപ്പൻസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കാണണം. ഇനി ഇവിടെ ഇരിക്കണ്ട. ആ ഒരു വല്ലായ്മ തോന്നുന്നു. പുറത്തു പോവാം എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷം ഉടനടി വസ്ത്രം മാറി ഡോർ ലോക്ക് ചെയ്ത് ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങി. ചിന്തകളുടെ ഗതി മാറ്റാൻ ഷോപ്പിനേക്കാൾ നല്ലൊരു ഉപാധി വേറെയില്ല. ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോകുന്നതിനെ എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷം മുംബൈയിലെ MG റോഡിലെ ഫാഷൻ സ്ട്രീറ്റ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഫാഷൻ സ്ട്രീറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്ത്രശേഖരത്തിലൂടെ കണ്ണോടിച്ചുകൊണ്ട് വർഷം നടന്നു. തന്റെ കണ്ണുകൾ ഫണം വിടർത്തി നിൽക്കുന്ന സർപ്പത്തിന്റെ ചിത്രം പ്രിന്റുള്ള ടീഷർട്ടിൽ പതിഞ്ഞതും വർഷയുടെ ഉള്ളൊന്ന് കിടുങ്ങി. വർഷ തന്റെ കണ്ണുകൾ ആ വസ്ത്രത്തിൽ നിന്ന് അതിവേഗം പിൻവലിച്ചു. ഷോപ്പിങ്ങിനുള്ള മൂഡ് പോയി. എവിടെ പോലെ ഈ നാശം പിടിച്ച പാമ്പുകളെ കാണുന്നില്ല. എന്തൊരു നാശായത്. ഈ പാമ്പുകൾ തന്നെ സമനില തെറ്റിക്കുന്നു. ഇനി ഫാഷൻ സ്ട്രീറ്റിൽ നിൽക്കാൻ വയ്യ. ജൂഹു ബീച്ചിലേക്ക് പോവാം വർഷ ചിന്തിച്ചു. ജൂഹു ബീച്ചിലെത്തിയപ്പോൾ വർഷയ്ക്ക് തന്റെ വയറ് കത്തിക്കാളുന്ന പോലെ തോന്നി. വർഷ നേരെ ബീച്ചിനരികിലുള്ള പാവ് ബജി വിൽക്കുന്ന കടയിൽ കയറി ഒരു പ്ലേറ്റ് പാവ് ബജി വാങ്ങി കഴിക്കാൻ ആരംഭിച്ചു. ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. പാവ് ബജി ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് ആശ്വാസമായത്. ഈ മുംബൈ സിറ്റിയുടെ ഏറ്റവും വലിയ ശാപം ട്രാഫിക് ബ്ലോക്കാണ്. റോഡ് വഴി പോകേണ്ടി വരുന്ന ദിവസങ്ങൾ യാത്ര ചെയ്ത് മടുക്കും. മുംബൈ മെട്രോയുടെ വരവോടെ സാധാരണക്കാരുടെ യാത്രാക്ലേശങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മുംബൈ മെട്രോ സർവീസ് പ്രധാന സ്ഥലങ്ങളിലേക്ക് മാത്രമേ തൽക്കാലമുള്ളൂ. സ്റ്റേഷനിൽ നിന്ന് ബസ്സിലോ റിക്ഷയിലോ കയറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. വൃഥാ ബ്ലോക്കിൽ കിടന്ന് കളയേണ്ടി വരുന്ന വിലപ്പെട്ട സമയമാണ്. ജൂഹു ബീച്ചിലേക്ക് നോക്കിക്കൊണ്ട് പാവ് ബജി കഴിക്കുന്നതിൽ വർഷം ചിന്തിച്ചു. കടും ചുവപ്പ് ചായം പൂശി മറാത്തി വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി പിറന്നു വീണ മാമഗൃഹത്തോട് വിട ചൊല്ലാനായി വിതുമ്പി നിൽക്കുന്ന സായം സന്ധ്യ തന്റെ വധുവിനെ പ്രതീക്ഷയോടെ നോക്കി മനസ്സിൽ അടക്കി പിടിച്ച സന്തോഷവുമായി ആർത്തിരമ്പി തിടുക്കും കൂട്ടുന്ന ചെങ്കട്. പാവ് ബജി കഴിച്ചതിന് ശേഷം ജൂഹു ബീച്ചിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് വർഷയുടെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത്. മീര കോളിംഗ്. വർഷ കോൾ എടുത്തും അങ്ങേ തലക്കിൽ നിന്ന് മീരയുടെ ശബ്ദം. നീ എവിടെയുണ്ട്? ഞാൻ നമ്മുടെ സ്ഥിരം പാവ് ബജി കടയിലുണ്ട്. നീ ഇവിടേക്ക് വാ. ഓക്കെ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മീര എത്തി. ഹായ് ഡി. ഹായ്. നീ വന്നിട്ട് കുറേ നേരമായോ? അരമണിക്കൂർ കൂടുതലായി. മെഹന്തിയുടെ ഒരിക്കൽ കഴിഞ്ഞോടി? യാ അത് കഴിഞ്ഞ്. നീ എന്താ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞ്? കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ ഞങ്ങളൊക്കെ അവഗണിക്കായിരുന്നല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞു. നിനക്ക് എന്താടി പറ്റിയത്? ആ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന് ശേഷം നീ ആകെ മാറിപ്പോയി. നിന്റെ ആ പഴയ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? അതെടി, ആ ട്രിപ്പിന് ശേഷം താനല്ലാതിരിക്കുന്നു. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ എന്നൊന്നും പറയാത്ത എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നു. ഇനിയെങ്കിലും പറ, എന്താ നിന്റെ പ്രശ്നം? നീ പറഞ്ഞ ശരിയാ. ആ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന് ശേഷം ഞാൻ ആ പഴയ വർഷയല്ല. കൂട്ടുകാരോടൊപ്പം തെക്കേ ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് വർഷയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഒരു മാസത്തെ യാത്രയിലൂടെ തെക്കേ ഇന്ത്യയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ താനും കൂട്ടുകാരും തീരുമാനിച്ചു. കർണാടകവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിച്ച് അവസാന ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെത്തി. മലയാളിയായതിനാൽ കേരളം സന്ദർശിക്കാൻ താൻ അതിയായ ഉത്സാഹം പ്രകടിപ്പിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി വർഷയും സംഘവും. ആലപ്പുഴയിലെ പ്രകൃതി രമണീയമായ ഹരിപ്പാടെത്തി. സംഘത്തിലൊരുവളായ സ്വാതിയുടെ വലിയച്ഛന്റെ വീട് ഹരിപ്പാടുള്ളതിനാൽ അവിടെ 2 ദിവസം തങ്ങാനും അവിടുന്ന് കുട്ടനാടിൽ പോയി കെട്ടുവള്ളത്തിൽ കയറാനും തീരുമാനിച്ചു. ഹരിപ്പാടിലെ തന്റെ 2 ദിവസത്തെ താമസം തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് വർഷ ഒരിക്കലും കരുതിയില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.